ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കലിനെതിരായ കോടതി വിധി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സംസ്ഥാനത്താകെയുള്ള 1,60,000 ഏക്കർ തോട്ടഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിധി തിരിച്ചടിയാകും. വയനാട്ടിൽ മാത്രം സർക്കാരിന് തിരിച്ചുപിടിക്കാനുള്ളത് 54,000 ഏക്കറിൽ ഏറെ ഭൂമിയാണ്. ഇത് വിദേശ തോട്ടഭൂമിയാണ്. വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്ത്, ഈ കോടതിയുടെ ഇപ്പോഴത്തെ വിധി ഈ തോട്ടഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് പറയുമ്പോൾ തന്നെ മുതലാളിമാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുള്ള സർക്കാരുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ചെയ്തിട്ടുള്ളത്. ഈ ഭൂമി ഒന്നും തന്നെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഈ സർക്കാരുകളുടെ ഒന്നും ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ കോടതി വിധി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇങ്ങനൊരു വിധിയുണ്ട്, അതുകൊണ്ടാണ് ഈ ഭൂമിയൊന്നും തിരിച്ചുപിടിക്കാൻ പറ്റാത്തത് കേട്ടോ എന്ന ന്യായീകരണം കൂടി ഇനിയും കേൾക്കേണ്ടി വരും എന്നതാണോ ഈ ദൂരവ്യാപക പ്രത്യാഘാതം എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? ഗൗതം, ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നടപടിക്രമങ്ങളിലെ പോരായ്മകളുണ്ട്. അതിലൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കടക്കും. അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിധി സൃഷ്ടിക്കുന്ന ചില ആശങ്കകളാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ വിദേശ തോട്ടഭൂമികൾ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് പൗരന്മാർ അല്ലെങ്കിൽ വിദേശ പൗരന്മാർ, കമ്പനികൾ എന്നിവർക്കൊക്കെ ഗ്രാൻഡായും പാട്ടത്തിനുമൊക്കെ അനുവദിച്ച് നൽകിയിട്ടുള്ള ഏക്കർ കണക്കിന് വരുന്ന ഭൂമികളാണ്. അതായത് 15 ഏക്കറിൽ കൂടുതൽ വരുന്ന ഭൂമികളാണ്. ഈ ഭൂമികൾ എന്നുള്ളത് അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരും മറ്റ് കമ്പനികളും ഒക്കെ ഉപേക്ഷിച്ച് പോവുകയും പിന്നീട് പല വിധത്തിൽ വില കൊടുത്തും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ കയ്യേറിയും ഒക്കെ പലരും കൈവശമായി വെച്ചിരിക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഈ ഗവൺമെൻറ് ലാൻഡ് റിസംഷൻ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 1,66,000 ഏക്കറിലധികം വരുന്ന വിദേശ തോട്ടഭൂമികളാണ് വിവിധ വ്യക്തികളും ഒക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൈവശം വെച്ചിരിക്കുന്നത്. അത് ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെയാണ് ആ രീതിയിൽ കൂടുതൽ ഭൂമിയുള്ളതും. ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമികൾ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ നേരത്തെ ഡയറക്ഷൻ പ്രകാരം ഏതാണ്ട് 15ഓളം കേസുകൾ വിവിധ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുമുണ്ട്. അത് സിവിൽ കേസുകളാണ്, അത് കാലങ്ങളെടുക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഇത്തരം കേസുകൾ നടക്കുമ്പോൾ തന്നെയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അത് വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പാലാ കോടതിയുടെ ഒരു വിധി വരുന്നതും ഈ വിധി സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നതും. അവിടെ സർക്കാർ അവകാശവാദം ഉന്നയിച്ച ഏതാണ്ട് 2,326 ഏക്കർ വരുന്ന ഭൂമി, അതിൽ സർക്കാരിന് യാതൊരു അവകാശവാദവും ഇല്ല എന്നുള്ളതാണ്. 2,263 ഏക്കർ ഭൂമി, അതിൽ സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പാലാ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2005 ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് അവരത് ഈ ബിലിവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഭൂമി വിറ്റതും കോടതി ശരിവെച്ചിട്ടുണ്ട്. വളരെ നിർണായകമാണ്. വിദേശ തോട്ടഭൂമി ഇനത്തിൽ വരുന്ന ഒരു വസ്തു, ആ വസ്തുവിൽ സർക്കാരിൻ്റെ അവകാശവാദം കോടതി തള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് ഈ ഹാരിസൺ മലയാളം ആ ഭൂമി വിറ്റിട്ടുള്ള ആ ക്രയവിക്രയത്തെയും കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സമാനമായ രീതിയിൽ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് വിദേശ തോട്ടഭൂമികളുടെ കാര്യത്തിലും ഈ വിധി ബാധകമാകും എന്നുള്ളതാണ് ആശങ്കയാകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭൂമി ഏറ്റെടുക്കലിന് സർക്കാരിന് ക്ലെയിം ഉന്നയിക്കുമ്പോൾ അത് സമാനമായ വിധി ചൂണ്ടിക്കാട്ടി കോടതികളിൽ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിലവിൽ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ അതോടൊപ്പം തന്നെ നെടുമ്പാല എസ്റ്റേറ്റുകളും ഈ വിദേശ തോട്ടഭൂമി ഇനത്തിൽ വരുന്നതാണ് എന്നുള്ളത് ഒരാശങ്കയായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കേസ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ വിധി എത്രത്തോളം അതിനെ ബാധിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാൽ അതും ആശങ്കയായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജില്ലകളുടെ കാര്യം വരികയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വയനാട്ടിലും ഇടുക്കിയിലുമാണ് ഏറ്റവും കൂടുതൽ വിദേശ തോട്ടഭൂമികളുള്ളത്. വയനാട്ടിൽ ഏതാണ്ട് 54,756.69 ഏക്കർ ഭൂമിയാണ് തിരിച്ചു പിടിക്കാനുള്ളത്. ഇടുക്കിയിലത് 54,722.45 ഏക്കർ വരും. മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് കൊല്ലം, പത്തനംതിട്ട ജില്ലകളാണ് ഇനി ഏറ്റവും കൂടുതൽ വിദേശ തോട്ടഭൂമികളുള്ളതും ഇതിങ്ങനെ തിരിച്ചു പിടിക്കാനുള്ളതും. ഗൗതം. ഓക്കെ പ്രജിത്ത്, എന്തായാലും ഈ കോടതി വിധി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത്തരം തോട്ടഭൂമികൾ ഏതാണ്ട് 1,66,000 ഏക്കർ തോട്ടഭൂമി സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചു പിടിക്കാൻ ഉള്ളതാണ്. അത്തരം നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ കോടതി വിധി എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രജിത് മോഹനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്